നമസ്കാരം. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് ഒട്ടും പ്രസിദ്ധനായിരുന്നില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നെങ്കിലും ഒട്ടും ജനപ്രീതി ചാണ്ടിയുമ്മൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിൽ അകറ്റി നിർത്തപ്പെടുകയോ മാറ്റി നിർത്തപ്പെടുകയായിരുന്നു. മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ തണലിൽ ജനിച്ചു വളർന്ന് ജീവിച്ചതുകൊണ്ട് തന്നെ ചാണ്ടിയുമ്മനെ യാഥാർത്ഥ്യബോധവുമായി കാര്യമായ ബന്ധമുണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി രോഗബാധിതനായി കിടന്നപ്പോൾ ചാണ്ടിയുമ്മൻ ചികിത്സയുമായി ബന്ധപ്പെട്ടെടുത്ത തലതിരിഞ്ഞ നിലപാടുകൾ ഏറെ വിമർശന വിധേയമായി. ഉമ്മൻചാണ്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ചികിത്സാ രേഖകളുമായി കുടുംബാംഗങ്ങൾ മറുനാടനെ ബന്ധപ്പെടുകയും ഞങ്ങളത് വാർത്തയാക്കുകയും ചെയ്തതോടെ വലിയൊരു വിവാദ കൊടുങ്കാറ്റായി അത് മാറി. അന്ന് ചാണ്ടിയുമ്മൻ മറുനാടനെതിരെ രംഗത്ത് വന്നിരുന്നു. നിർഭാഗ്യവശാൽ ഏറെ വൈകാതെ ഉമ്മൻചാണ്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഉമ്മൻചാണ്ടി എന്ന നല്ല മനുഷ്യൻ്റെ മഹത്വം കേരള ജനത തിരിച്ചറിയുന്നത് അദ്ദേഹം മരിച്ചപ്പോഴാണ്. മരണശേഷം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മൻ തന്നെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്ത് MLA ആയി വരണം എന്ന് ഈ സമൂഹം ആഗ്രഹിച്ചപ്പോൾ പഴയ പിണക്കം മറന്ന് ചാണ്ടിയുമ്മനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയായിരുന്നു ഞങ്ങൾ. അതിശക്തമായ പിന്തുണയാണ് ചാണ്ടിയുമ്മന് ഞങ്ങൾ കൊടുത്തത്. ഞങ്ങളുടെ പിന്തുണ ചാണ്ടിയുമ്മൻ്റെ വിജയത്തിന് ഒട്ടും അനിവാര്യമായിരുന്നില്ല. എങ്കിലും ചാണ്ടിയുമ്മനായിരിക്കണം ഉമ്മൻചാണ്ടിയുടെ ലെഗസിയുടെ പിന്തുടർച്ചക്കാരൻ എന്ന പൊതുസമൂഹത്തിൻ്റെ നിലപാടിനൊപ്പം ഞങ്ങൾ നിന്നു. ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടിയുടെ റെക്കോർഡ് ഭേദിച്ച് വലിയ വിജയം കൈവരിച്ചു. പക്ഷേ നിരാശാജനകമായിരുന്നു ചാണ്ടിയുമ്മൻ്റെ ആദ്യകാലത്തെ പ്രവർത്തനം. ഉമ്മൻചാണ്ടിയെപ്പോലെ പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് നാട്ടുകാരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് ജീവിക്കുന്നതിന് പകരം ചാണ്ടിയുമ്മൻ വിദേശ ടൂറുമായി ചുറ്റിക്കറങ്ങി നടന്നു. നാട്ടിലെ മരണങ്ങളിലോ വിവാഹങ്ങളിലോ ഉമ്മൻചാണ്ടിയെപ്പോലെ പങ്കെടുക്കുന്നില്ല എന്ന് പരാതി ഉണ്ടായി. മണ്ഡലത്തിലെ സീനിയർ നേതാക്കളെ അവഗണിക്കുന്നു എന്ന് പരാതി ഉണ്ടായി. അങ്ങനെ ചാണ്ടിയുമ്മനെതിരെ പുതുപ്പള്ളി മണ്ഡലത്തിൽ പൊതുവികാരം രൂപപ്പെട്ടപ്പോൾ ചാണ്ടിയുമ്മൻ ഇനിയെങ്കിലും നന്നാവണം എന്നാവശ്യപ്പെട്ട് ഞങ്ങൾ ഒരു ഇടപെടൽ നടത്തി. ആ ഇടപെടൽ അക്ഷരാർത്ഥത്തിൽ ചാണ്ടിയുമ്മൻ ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ചാണ്ടി അതിന് തുടർച്ചയായി നന്നാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ വാർത്തയ്ക്ക് ശേഷമാണ് ചാണ്ടിയുമ്മൻ പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. അങ്ങനെ പതിയെ പതിയെ ഉമ്മൻചാണ്ടിയുടെ മകൻ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ പുതുപ്പള്ളിക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ചു. നാട്ടുകാരുടെ പരിഭവമൊക്കെ പതിയെ പതിയെ ഇല്ലാതായി. ചാണ്ടിയുമ്മൻ രാഷ്ട്രീയ പക്വത തെളിയിച്ച് മണ്ഡലത്തിൽ മാത്രമല്ല മണ്ഡലത്തിന് പുറത്തും തിളങ്ങി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മൻ നടത്തിയ ഇടപെടൽ ഏറെ ശ്രദ്ധ നേടി. ഷാഫി പറമ്പലിൻ്റെയോ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയോ ഒക്കെ ഗുഡ് ലിസ്റ്റിൽ ഇല്ലാത്ത ചാണ്ടിയുമ്മൻ സ്വന്തം വഴിവെട്ടി തുറന്ന് കൂട്ടുകാർക്കൊപ്പം നിലമ്പൂരിലെ വീടുകൾ കയറി ഇറങ്ങിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. ഉമ്മൻചാണ്ടിയുടെ മകനെ നേരിട്ട് കണ്ട കോൺഗ്രസ് വിരുദ്ധർ പോലും വോട്ട് ചെയ്ത സാഹചര്യം രൂപപ്പെട്ടു. പിന്നീടങ്ങോട്ട് ചാണ്ടിയുമ്മനെക്കുറിച്ച് ഒരു പരാതിയും ആർക്കും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ചാണ്ടിയുമ്മൻ്റെ സഹോദരിയും ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകളുമായ മറിയം ഉമ്മൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യം കാണിച്ചതോടെ പത്രങ്ങളിലും ചാനലുകളിലും വാർത്ത വന്നു തുടങ്ങുന്നു. ചെങ്ങന്നൂരിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് മറിയം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതോടെ ചടപടാന്ന് വാർത്തകളായി. ചാണ്ടിയുമ്മൻ അതിനോട് പ്രതികരിച്ചത് സഹോദരി മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കട്ടെ, എങ്കിൽ താൻ മത്സരിക്കുന്നില്ല എന്നാണ്. അത് ഉമ്മൻചാണ്ടിയുടെ ലെഗസി തുടരാനുള്ള ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ രണ്ടു മക്കൾ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് ഗോദായിലേക്ക് ഇറങ്ങുന്നത് തെറ്റായ സന്ദേശം നൽകും എന്ന് ചാണ്ടിയുമ്മൻ തിരിച്ചറിഞ്ഞിരുന്നു. തൻ്റെ സഹോദരി മത്സരിക്കുന്നെങ്കിൽ താൻ മാറി നിൽക്കും എന്ന് പ്രഖ്യാപിച്ചത് ആ നിലപാടിൻ്റെ പുറത്തായിരുന്നു. അതിന് ഫലമുണ്ടായി. ചാണ്ടിയുമ്മൻ്റെ സഹോദരിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒരേ സമയം രണ്ടുപേരെ പരിഗണിക്കുന്നത് അനുചിതമായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് നേതൃത്വവും പിന്മാറി. കെ കരുണാകരൻ്റെ മകനായ കെ മുരളീധരൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ച് പരിഹസിക്കുകയായിരുന്നു മാധ്യമങ്ങൾ അക്കാലത്ത്. യഥാർത്ഥത്തിൽ കിങ്ങിണിക്കുട്ടൻ തന്നെയായിരുന്നു കെ മുരളീധരൻ. എന്നാൽ പ്രവർത്തന പരിചയം കൊണ്ട് മുരളീധരൻ അപ്പനെ മറികടക്കുന്ന നേതാവായി മാറി. മുരളീധരനും കരുണാകരനും തിരിച്ചടിയായത് സഹോദരി പത്മജയെ കൂടി രാഷ്ട്രീയത്തിൽ ഇറക്കിയപ്പോഴാണ്. ഒരേ സമയം ഒരു കുടുംബത്തിലെ രണ്ടുപേർ അധികാര രാഷ്ട്രീയത്തിന് ഇറങ്ങിയാൽ രണ്ടുപേർക്കും തിരിച്ചടി കിട്ടും എന്നതാണ് വാസ്തവം.
NK പ്രേമചന്ദ്രൻ്റെ മകൻ കാർത്തിക്കിനെ സ്ഥാനാർത്ഥിയാക്കാൻ RSP നടത്തിയ നീക്കവും ഇത്തരത്തിൽ ഒഴിവാക്കേണ്ട ഒന്നായിരുന്നു. ഒടുവിൽ ഷിബു ബേബി ജോണിൻ്റെ പിടിവാശിക്ക് മുമ്പിൽ കാർത്തിക് പ്രേമൻ മാറിയപ്പോൾ അത് വാസ്തവത്തിൽ UDFന് ഗുണം ചെയ്തു. അതുതന്നെയാണ് മറിയം ഉമ്മൻ്റെ കാര്യത്തിൽ ചാണ്ടി ഉമ്മൻ്റെ നിലപാട് വഴിയും സംഭവിച്ചത്. ഇങ്ങനെ സ്വന്തം സഹോദരിയുടെ പിടിവാശിയെപ്പോലും തോൽപ്പിക്കാൻ, അതും പിണക്കമില്ലാതെ വഴക്കില്ലാതെ മറികടക്കാൻ ചാണ്ടിയുമ്മന് കഴിഞ്ഞു. ആ ചാണ്ടിയുമ്മൻ ഏറ്റവും ഒടുവിൽ സ്കോർ ചെയ്തത് ഇന്നലെ ചാണ്ടിയുമ്മൻ്റെ ഓഫീസിലേക്ക് BJPക്കാർ പ്രകടനം നടത്തിയപ്പോൾ അതിനെ കൈകാര്യം ചെയ്ത രീതിയുടെ പേരിലാണ്. BJP മധ്യമേഖല ജില്ലാ പ്രസിഡന്റ് ഹരിയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റി വലിയ തോതിൽ ഒരു പ്രതിഷേധ പ്രകടനം ചാണ്ടിയുമ്മൻ്റെ ഓഫീസിലേക്ക് നടത്തി. BJP പ്രതിഷേധക്കാർ മണ്ഡല വികസന മുരടിപ്പിനെതിരെ പ്രതിഷേധവുമായി ചാണ്ടിയുമ്മൻ്റെ ഓഫീസിന് മുമ്പിലെത്തുമ്പോൾ ചാണ്ടി ഓഫീസിലുണ്ടായിരുന്നു. പ്രതിഷേധം തീരുന്നതിന് മുമ്പ് ചാണ്ടിയുമ്മൻ ഓഫീസിന് പുറത്തിറങ്ങി BJP നേതാക്കളോട് കുശലം പറഞ്ഞു. കൈകൊടുത്തും തോളിൽ കൈയിട്ടും BJPക്കാരെ സ്വീകരിച്ചാണ് ചാണ്ടിയുമ്മൻ ഇതിനെ കൈകാര്യം ചെയ്തത്. ആദ്യം കൂട്ടുകാരെ അവസാനം പറഞ്ഞ ശരിക്കും ഉണ്ടോ തോന്നല്ലേ? ഹലോ പള്ളി എല്ലാം പറഞ്ഞോണ്ട് അതേ തോന്നുന്നു കാണാൻ വേണ്ടി അത് മാത്രം ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ ആവശ്യപ്പെട്ടു പോലീസ് നിൽക്കരുത്. ഞാൻ പോലീസിനോട് ഒഫീഷ്യലി ആവശ്യപ്പെട്ടു. BJP ജില്ലാ പ്രസിഡന്റ് ഹരി ചാണ്ടിയുമ്മന് കൈ കൊടുക്കാതെ ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. പക്ഷെ ആൾക്കൂട്ടത്തിനിടയിൽ ഓടിച്ചെന്ന് ഹരിയെയും ചാണ്ടിയുമ്മൻ കൈ കൊടുത്ത് വശീകരിച്ചത് വലിയ ചിരി പടർത്തി. എങ്ങനെയാണ് എതിർ രാഷ്ട്രീയക്കാരെ പോലും കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഉമ്മൻചാണ്ടിയിൽ നിന്നും ചാണ്ടിയുമ്മൻ പഠിച്ച് അത് പ്രാവർത്തികമാക്കിയതിന് തെളിവായിരുന്നു ഇന്നലത്തെ സമീപനം. പ്രതിഷേധിക്കാൻ വന്ന BJPക്കാർക്ക് കൈ കൊടുത്ത് ചിരിച്ചു മടങ്ങേണ്ടി വന്ന സാഹചര്യം സോഷ്യൽ മീഡിയയിലും വൈറലായി. ഉമ്മൻചാണ്ടിയുടെ മകനോട് ഏറ്റുമുട്ടി തോൽക്കാൻ ഇനി ഒരു ബാല്യം തനിക്ക് ബാക്കിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കും എന്ന് വെല്ലുവിളിച്ച് നടന്ന ജയ്ക്ക് എന്ന ചതുരവടവുകാരനായ കമ്മ്യൂണിസ്റ്റുകാരൻ ഇക്കുറി മത്സര രംഗത്ത് നിന്ന് പിന്മാറിയിരുന്നത് നേരത്തെ വാർത്തകളിൽ വന്നിരുന്നു. ഇപ്പോഴിതാ സമരം ചെയ്യാൻ വന്ന BJPക്കാരും ചാണ്ടിയുമ്മന് മുമ്പിൽ സുല്ലിട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ച വൈറലാകുന്നു.